നമസ്കാരം. എല്ലാവർക്കും കണ്ടതും കേട്ടതും ബൈ ചന്ദ്രാരജിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ യൂട്യൂബിൽ തരംഗമായിരിക്കുന്ന ഈ രേണു സുധിയെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് നമുക്ക് പറയാനുള്ളത് രേണു സുധിയെ പറ്റിയിട്ട്? രേണു സുധിനെ പറ്റി പറയണമെങ്കിൽ രേണുവിനെ പറ്റി അറിയാൻ തുടങ്ങിയത് തന്നെ സുധി മരിച്ചതിന് ശേഷമാണ്. പിന്നെ അപ്പോൾ അവരെ ആ വീഡിയോ കാണുമ്പോഴൊക്കെ വല്ലാത്തൊരു സങ്കടമായിരുന്നു എനിക്ക്. അത് വെച്ചാൽ 2 മക്കൾ, രേണു ജോലിയില്ല അങ്ങനെയെന്നെല്ലാം പറയുമ്പോൾ അവർ കാണുമ്പോൾ തന്നെ എന്തോ ഒരു വല്ലാത്തൊരു ഫീലായിട്ടാണ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏഷ്യാനെറ്റും മറ്റേ നക്ഷത്രയും അവരൊക്കെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുമ്പോൾ എല്ലാം നല്ലൊരു ഇത് തോന്നി നമുക്ക്. പിന്നെ ഇപ്പം അവർക്ക് ആ വീട് കിട്ടുന്നത് വരെ പക്ഷേങ്കിൽ രേണുവിൻ്റെ ആ സങ്കടഭാവം കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ആ വീട്ടിൻ്റെ കുടിയലായെന്ന് തന്നെ രേണു പിന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടും രേണു അതെ ആ കിച്ചുവിൻ്റെ അച്ഛമ്മയും കിച്ചും ഒരു ഭാഗം അങ്ങനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവർ രണ്ടാളും ഒരുമിച്ചിട്ടുള്ള ഒരു ഇതിൽ നമുക്കതിൽ കാണാൻ പറ്റില്ല. പിന്നെ വീട് കിട്ടിയതിന് ശേഷം പിന്നെ രേണു ആകെ ആൾ മാറിപ്പോയി എന്നുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സഹായം കൊണ്ടാണ് രേണു ഇന്നിപ്പോൾ ഈ നിലയിലെത്തിയിട്ടുള്ളത്. പക്ഷെ രേണു അതൊന്നും ഓർമ്മയില്ല എന്നൊരു തോന്നല്. ഇപ്പം അഭിനയിക്കാൻ തുടങ്ങിയ ശേഷം ആകെ ഒരു മാറ്റമാണ് നമുക്കൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ കിച്ചുവിനെ ഒന്നിച്ച് നിർത്താത്തതിൻ്റെ ഒരു വലിയൊരു വിഷമം. ആ കുട്ടിക്ക് അച്ഛനില്ല, അമ്മയില്ല, അതുകൊണ്ട് അതൊരു സങ്കടം തന്നെയല്ലേ. പിന്നെ കിച്ചുവിൻ്റെ അച്ഛമ്മയും വല്യച്ഛനും അവർ നല്ല ആൾക്കാരായതുകൊണ്ട് അവരുടെ മോനെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് ആ മോനൊരു ആശ്വാസം. അപ്പോൾ രേണുവിൻ്റെ പിന്നെ അമ്മയും ഏച്ചിയും പിന്നെ അവർ ആൾക്കാരെല്ലാവരും കൂടെ നിൽക്കുമ്പോൾ കുറച്ച് ദിവസമെങ്കിലും കിച്ചുവിൻ്റെ പിന്നെ അച്ഛമ്മയും കിച്ചും പിന്നെ ചെറിയ മോനും രേണുവും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ ഈ പുറത്തിപ്പോൾ ഇത്രയും രേണുവിന് കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല. അവരെയും കൂടെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ എന്ന് രേണുവിന് നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. പക്ഷേങ്കിൽ രേണു അത് ചെയ്യുന്നില്ല. കിച്ചു ഇപ്പം കിച്ചുവിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ആടെ കൊല്ലത്തായതുകൊണ്ട് എല്ലാവർക്കും പിന്നെ എന്താ പുതിയ വീട് കിച്ചുവിൻ്റെ പേരിൽ വീടുണ്ടായിട്ടും കിച്ചു എന്താ ഇവിടെ താമസിക്കാത്തത് എന്നുള്ളത് കൊണ്ടല്ലേ ഇപ്പം എല്ലാവരും രേണുവിന് പറയേണ്ടി വരുന്നത്. അതിന് പിന്നെ ഒരു ഇത് കൊടുത്തത് രേണു തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പം പിന്നെ എന്ത് പറയാനാണ്. പക്ഷേ രേണു ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്ന് നമുക്ക് പറയാനുള്ളത്. ആ മോനെ ചേർത്ത് പിടിക്കണം. ആ മോൻ കാരണമാണ് ഇപ്പം അവരുടെ വീട് കിട്ടിയതും ഈ മറ്റുള്ളവരുടെ സഹായം കിട്ടിയതും ഒക്കെ ആ മോന ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ആ മോനെ വാക്കാൽ പിന്നെ എൻ്റെ മോനാന്ന് അവന് ഞാൻ കൊടുക്കൂല, ആർക്കും വിട്ടു കൊടുക്കൂല, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെന്ന് പറയുന്നത് അത് പ്രവൃത്തിയിലൂടെ കാണിക്കണ്ടേ രേണു. പക്ഷെ അത് പ്രവൃത്തിയിൽ കാണിക്കാത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. പിന്നെ വീട് വൃത്തിയാക്കുന്നില്ല, പിന്നെ മറ്റേ ഇത് നാളെ അവർ നിൽക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും വീട് വൃത്തിയാക്കും, പിന്നെ എല്ലാമൊക്കെ ചെയ്യേണ്ടത് അത് അവരാ വീട്ടിൽ നിൽക്കുന്നവരെയും കൂടെ അത് കടമയാണ്. രേണു ഷൂട്ടിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ അമ്മയും ചേച്ചിയെല്ലാം ഉണ്ടല്ലോ, അവർക്ക് വീട് വൃത്തിയാക്കാമല്ലോ. പിന്നെ ഇപ്പം രേണുവിൻ്റെ ട്രോഫി മേശേൻ്റെ മുകളിൽ വെച്ചിന്, മറ്റേത് പിന്നെ കട്ടിൻ്റെ അടിക്ക് വെച്ചിന് എന്നൊക്കെ പറയുന്നത് അതും ഒരു വിഷമമുള്ള കാര്യമല്ലേ. പിന്നെ എന്താണ് കിച്ചുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ കിച്ചു ഇപ്പം ഒരു അനിയനെ കാണണം പോയിട്ട് ഒരു കിച്ചുവിൻ്റെ ഒരു ചാനലിൽ വ്ളോഗ് ഇടാൻ ഒരു വ്ളോഗ് ആവുമല്ലോ എന്ന് കരുതിയിട്ടാവും അന്ന് പാവം പോയിട്ട് ആ വീട്ടിൽ നിന്നിട്ട് ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടാവുക. പക്ഷേങ്കിൽ പിന്നെ അതിങ്ങനെ ആകുമെന്ന് ആ മോനും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേങ്കിൽ അത് ഇപ്പോൾ ഇത്രയും ഒരു നെഗറ്റീവായിട്ട് വന്നതുകൊണ്ട് ഇപ്പം ആ മോനും ഇനിയിപ്പം എപ്പോഴത്തെ പോലെ ആ വീട്ടിലേക്ക് പോയി കയറാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അമ്മ ഇപ്പോൾ രേണു എന്നാണ് പ്രതികരിച്ചിന്, രേണു എന്തൊക്കെയാണ് ആ മോനെ പറഞ്ഞിട്ടുള്ളതെന്ന് ഇപ്പം നമുക്ക് ആർക്കും ഒന്നും അറിയില്ലല്ലോ. ആ മോനെ അതൊരു വല്ലാത്തൊരു വിഷമമായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ ഇപ്പോൾ എന്നാന്ന് പറയേണ്ടത്. അപ്പോൾ രേണു കുറച്ചും കൂടെ ശ്രദ്ധിക്കണം, മക്കളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. വെറും അഭിനയവും പൈസയും മാത്രം പോരല്ല. അപ്പോൾ രേണു പറയുന്നുണ്ട് എനിക്ക് പിന്നെ പല ഡ്രസ്സുകളും പിന്നെ എനിക്ക് ഫ്രണ്ടാണ് വാങ്ങിച്ചു തന്നിന്, ഫ്രണ്ടാണ് ഈ ഫ്രണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ പിന്നെ അഭിനയത്തിന് പോകുന്നതിന് മുമ്പേ രേണുവിന് ഇങ്ങനെ പലതരം ഡ്രസ്സൊന്നും ഇട്ടിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അന്നേരം ഒരു ഫ്രണ്ട് വാങ്ങിച്ച് കൊടുത്തതായിട്ട് നമ്മളൊന്നും അറിയില്ല. പക്ഷേങ്കിൽ ഇപ്പം ഓരോ ഡ്രസ്സ് മോഡേൺ ഡ്രസ്സിലിടുമ്പോൾ പറയും ഓരോരോ ഫ്രണ്ട് തന്നതാണെന്ന്. പക്ഷെ നമുക്ക് ഊഹിക്കാവുന്നതല്ലോ. എല്ലാ പ്രാവശ്യവും ഒരു ഫ്രണ്ട് വാങ്ങിച്ച് തരുന്നതെന്ന് പറയുമ്പം അത് നമുക്കായാലും വിശ്വസിക്കാൻ അങ്ങ് കുറച്ച് കുറവല്ലേ. ഒരു
ഇതല്ലേ. അപ്പോൾ അങ്ങനെ രേണു വാങ്ങിക്കുന്നതിൽ ഒരു ഭാഗം ആ മക്കൾക്കും വാങ്ങിച്ചു കൊടുക്കുക, സുധീരെ അമ്മേനെയും ചേർത്ത് നിർത്തുക, അവരെ കൊണ്ടുവന്നിട്ട് ഈ പുതിയ വീട്ടിൽ കുറച്ച് നാൾ താമസിപ്പിക്കുക. അപ്പോൾ ആ മക്കളൊപ്പം ആ മോൻ നഷ്ടപ്പെട്ട അമ്മക്കും ഒരു ആശ്വാസമാവും, രേണുവിനും മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് പഴി കേൾക്കൽ കുറയും. പിന്നെ ബോഡി ഷേപ്പിനെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ നല്ല പക്ഷേ രേണു നല്ല നല്ല പെൺകുട്ടികളെ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ എത്രയോ നല്ല ബോഡി ഷേപ്പിലെ കുട്ടികളുണ്ട്. അന്നേരം പിന്നെ അധികം അഹങ്കാരമൊന്നും വേണ്ട മോളെ, നല്ലത് ചിന്തിക്കുക, നല്ലതുപോലെ നിൻ്റെ ഈ ഓവർ ഉള്ള കളി കുറച്ച് നിർത്തിയാൽ തന്നെ നിനക്ക് പല ചാൻസും വരും, നല്ല അഭിപ്രായം കിട്ടും, ഒക്കെ കിട്ടും. പക്ഷെ കുറച്ച് നീ സ്റ്റാർട്ടായി കുറച്ചൊരു ഇത് കിട്ടുമ്പോൾ തന്നെ പിന്നെ അധികം അങ്ങ് ഇത് പാടില്ല. നല്ലതായിട്ട് പോവുക, എല്ലാവരോടും ചേർത്ത് പിടിക്കുക, എല്ലാവരോടും നല്ല വർത്തമാനം പറയുക, നല്ല സൊസൈറ്റിയിൽ നല്ലതായിട്ട് പ്രവർത്തിക്കുക. അത്ര തന്നെ, വേറെ എന്ത് പറയാനാണ്. അമ്മ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഭർത്താവ് മരിച്ച സ്ത്രീ എന്ന നിലയിൽ മുന്നോട്ട് ജീവിതം നയിക്കേണ്ടത് ആ രേണുവിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ മക്കളെ നോക്കേണ്ടത് രേണുവിൻ്റെ ഒരു എന്താ പറയുക കടമയാണ്. പക്ഷേ അതിനുവേണ്ടി ജോലി തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ആർട്സിലും വീഡിയോ ഷൂട്ടിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വസ്ത്രധാരണത്തിനും മറ്റും വന്ന സ്റ്റൈലിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസിലൊക്കെ രേണു അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാ മലയാളികൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ജനങ്ങൾക്കും കുറച്ച് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതുകൊണ്ട് ഈ പറഞ്ഞു വരുന്നത് രേണു പഴയതിൽ നിന്ന് പുതിയ സ്റ്റൈലിലേക്ക് വരുന്നതോടെ, പുതിയ ജീവിത രീതിയിലേക്ക് മാറുന്നതോടെ വന്ന വഴി മറന്നു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. രേണു വന്ന വഴി മറന്നു എന്ന് വെച്ചാൽ സഹായം ചെയ്തവരെല്ലാം രേണു മറന്നുപോയോ എന്നൊരു സംശയം. എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ സഹായത്തോടു കൂടി രേണു ഇന്ന് ഈ നിലയിലെത്തിയത്. പക്ഷേ രേണു അവരെ പറ്റിയൊന്നും ഒരിക്കൽ പോലും പിന്നെ പറയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊന്നും ഒരു വാക്കാൽ പോലും ആരോടും നന്ദിയില്ല ഒരു വാക്ക് പോലും നമ്മളൊന്നും ഇതുവരെ കേട്ടില്ല എപ്പോഴും ഇങ്ങനെ. അതുകൊണ്ട് ഭർത്താവ് മരിച്ച സ്ത്രീകളിപ്പം രേണു മാത്രമല്ലല്ലോ മോളെ, എത്രയോ ആൾക്കാരുണ്ട് ലോകത്ത് ജീവിക്കുന്നത്, പല പണിയും എടുത്ത് ജീവിക്കുന്നവരുണ്ട്. എല്ലാവരും പിന്നെ ഷൂട്ടിങ് രേണുവിന് ഷൂട്ടിങ്ങാണ് ഇഷ്ടമെങ്കിൽ രേണു തിരഞ്ഞെടുത്തത് കൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. എത്ര നല്ല നല്ല ആൾക്കാർ പിന്നെ അഭിനയിച്ചിട്ട് ജീവിച്ച് പോകുന്നുണ്ട്. പക്ഷേ രേണു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയൊരു അഭിനയം തുടങ്ങുമ്പോൾ തന്നെ രേണു അല്ലാതായി മാറി. അതിലാണ് നമുക്കൊക്കെ ഇതില്ല. പക്ഷെ രേണു പോലെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ രേണുവിന് ഈ വിമർശനം കേൾക്കേണ്ട ആവശ്യമില്ലല്ല. അതുപോലെ മക്കൾ കിച്ചുവിനെ കൊല്ലത്തേക്ക് വിടാതെ കണ്ട് രേണുവിൻ്റെ ഒന്നിച്ചെന്നെ പുതിയ വീട്ടിൽ കിച്ചും കൂടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ കിച്ചു കൂടെ ഇല്ല, കിച്ചു പഠിക്കാനാണ് അവിടെ പോയി നിൽക്കുന്നത് എന്ന് രേണു പറയുന്നുണ്ട്. പക്ഷെ രേണു പറയുന്നതിൽ എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ ഉണ്ട് നമുക്കറിയില്ല. പക്ഷെ ഇതിനിപ്പോൾ കഴിഞ്ഞ കിച്ചുവിൻ്റെ വ്ളോഗിൽ കാണാൻ കിച്ചു കയറി വരുന്ന സമയത്ത് ആ വീട്ടിലുള്ള ഒരാൾ പോലും ആ മോനെ മൈൻഡാക്കുന്നില്ല. പിന്നെ ആ മോൻ തന്നെയാണ് ചെറിയ കുട്ടീനെയും കൂട്ടി പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നത്. പക്ഷെ അതല്ലാതെ കണ്ട് ആ വീട്ടിൽ നിന്ന് ആ കുഞ്ഞ് ഫുഡ് അവരാക്കി കൊടുത്ത് കഴിച്ചിട്ടെല്ലാം ആ മക്കൾ പോയതെങ്കിൽ നമുക്ക് അവർ കെയറിങ് ഉണ്ടല്ലോ, ആ മോനെ നോക്കുന്നുണ്ടല്ലോ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഒന്നും അതിൽ കണ്ടില്ല. അതുകൊണ്ട് ആൾക്കാർ പറയുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഓക്കെ അമ്മ, അപ്പോൾ സുധിയുടെ മക്കൾക്ക് നന്നായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.